ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജീൻ ആൻഡ് ഹെലൻസ് വ്ലോഗ്. വിനായക ചതുർത്ഥിയായിട്ട് എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്ന് കാണിക്കുന്ന ഒരു കുട്ടി വ്ലോഗാണ്. ഞങ്ങൾ ആദ്യം തന്നെ പ്രിപ്പയർ ചെയ്ത് കുഴക്കട്ടയാണ്. അതിനാവശ്യത്തിനുള്ള വെള്ളം ചൂടാക്കി അതിലേക്ക് ശർക്കര ഇട്ട് അത് നല്ലപോലെ ഒന്ന് കുറുകി വരുമ്പോൾ അതിലേക്ക് തേങ്ങ ചേർക്കണം. ഞാനിവിടെ ഒരു തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റിയതിന് ശേഷം അണ്ടിപ്പരിപ്പും ഏലക്കപ്പൊടിയും ചേർത്ത് നന്നായി വഴറ്റണം. അതിനുശേഷം ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് വഴറ്റി അത് മാറ്റി വയ്ക്കാം. കുഴക്കട്ടയുടെ മാവിന് വേണ്ടിയിട്ടുള്ള അരി തലേന്ന് രാത്രിയിൽ കുതിർത്ത് വെച്ചിരുന്നു. 2 കപ്പ് അരിയാണ് എടുത്തത്. അതിൽ കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് അരയ്ക്കണം. അതിനുശേഷം അത് കുറുക്കിയെടുക്കണം. ഇതുപോലെ മാവ് പരുവത്തിലാകുമ്പോൾ അത് ഞാനൊരു 3 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്ത് ആണ് കുഴച്ചെടുക്കുന്നത്. നല്ല ചൂടായത് കാരണം ഒന്നിച്ച് കുഴയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതിനുശേഷം ബോൾസ് ആക്കി ഓരോ ബോൾസും ഇതുപോലെ പരത്തി ഇതിൻ്റെ അകത്ത് ഫില്ലിംഗ് വെച്ച് നന്നായിട്ട് ഉരുട്ടിയെടുക്കണം. ഞാൻ മാവ് കുഴച്ചപ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചാണ് കുഴച്ചെടുത്തത്. അതുപോലെ കുറച്ച് സമയമെടുത്ത് നമ്മൾ കുഴച്ചെടുക്കണം, എങ്കിലേ മാവ് നല്ല സോഫ്റ്റായിട്ട് വരത്തുള്ളൂ. ഇനി ഇത് നന്നായിട്ട് ഉരുട്ടി ഒരു ഷേപ്പാക്കി എടുക്കണം. ഇനി ആവിപാത്രത്തിൽ വെച്ച് ഒരു 15 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുത്തു. കുഴക്കട്ട റെഡി. നെക്സ്റ്റ് ഞങ്ങൾ ഉണ്ടാക്കിയത് ഉഴുന്നുവടയാണ്. അതിന് 2 കപ്പ് ഉഴുന്ന് 2 മണിക്കൂർ കുതിർത്തിട്ട് ഇത് ഗ്രൈൻഡറിൽ അരച്ചെടുത്തു. അതിലേക്ക് കുറച്ച് കുരുമുളക്, 1/2 കപ്പ് അരിപ്പൊടി, കുറച്ച് ഉപ്പ്, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുത്തു. ഇതിലേക്ക് ഞങ്ങൾ ഉള്ളി ചേർത്തിട്ടില്ല. വിനായകന് പൂജിക്കാനുള്ളതിൽ ഉള്ളി ചേർക്കാറില്ല. ഇത് എണ്ണയിൽ പൊരിച്ചെടുക്കണം. വടയും റെഡി. വടയ്ക്ക് വേണ്ടിയിട്ട് ഒരു ചട്നി അരച്ചു. പച്ചമുളക്, തേങ്ങ, ചെറിയ ഉള്ളി എല്ലാം ചേർത്ത് ഒരു ചട്നി അരച്ച് അതിന് താളിച്ചൊഴിച്ചു. അടുത്തത് സുണ്ടലാണ്. അതിന് വേണ്ടിയിട്ട് കുതിർത്ത് വെച്ച കടല കുക്കറിലിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഇതിന് താളിക്കാനായിട്ട് കടുക്, കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, വറ്റൽമുളക്, കറിവേപ്പില ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മൂത്തതിന് ശേഷം കടല അതിലേക്കിട്ട് ആ നനവൊക്കെ ഒന്ന് പോകുന്നിടം വരെ ഒന്ന് ചൂടാക്കിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് തേങ്ങ ഇട്ട് അതും നന്നായി ചൂടാക്കിയെടുക്കണം. ഇതിന് നമ്മൾ ഉള്ളിയൊന്നും ചേർക്കാറില്ല. അങ്ങനെ സുണ്ടലും റെഡിയായി. ഇതിൻ്റെ കൂടെ ഞങ്ങളൊരു പായസം കൂടി ഉണ്ടാക്കി, പക്ഷെ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഈ വർഷത്തെ വിനായക ചതുർത്ഥി സ്പെഷ്യൽ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ.